റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടന്നിട്ടുണ്ട്. ഒരു കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചതിൽ നടക്കാതിരുന്നിട്ടില്ല. സത്യമാണ്, സർവസത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഇന്ന് ചില പ്രഭാഷകന്മാർ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഹദീസുകൾ ഇറക്കുകയാണ്. ഒരു ഉദാഹരണം നിങ്ങൾ കേട്ടു നോക്കൂ. മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല, സംഭവിച്ചിരിക്കും, സംഭവിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ. മുത്ത് മുഹമ്മദ് മുസ്തഫ മുത്തുനബി പറഞ്ഞതാണ്. എവിടെയാണ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇത്ര മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. വ്യാപകമായി സ്റ്റാറ്റസുകൾ, വ്യാപകമായി പ്രചാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇറാനുമായി ഒരു യുദ്ധം ഉണ്ടാകും. ഇറാനുമായി യുദ്ധം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. നമുക്ക് സ്വഹീഹുൽ ബുഖാരി മുതൽ അല്ലെങ്കിൽ മുസ്നദ് അഹ്മദ് മുതൽ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എവിടെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറാനുമായി ഒരു യുദ്ധം നടക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ചില ആളുകൾ ഹദീസ് ദുർവ്യാഖ്യാനിക്കുകയാണ്. ഏത് ഹദീസ്? സുനൻ അബൂദാവൂദ് റഹ്മത്തുള്ളാഹി, ഇമാം അബൂദാവൂദിന്റെ ഗ്രന്ഥം എന്റെ കയ്യിലുള്ളത് അതാണ്. ഈ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് ഉണ്ട്. ഏതാണ് ഹദീസ്? കിതാബുൽ മലാഹിമിലുള്ള ഹദീസാണ്. നിങ്ങളും റോമുകാരും ഒരു നിർഭയ കരാറിൽ ഏർപ്പെടും. അങ്ങനെ നിങ്ങളും അവരും ചേർന്ന് നിങ്ങളുടെ പൊതുശത്രുവിനെതിരെ സമരം ചെയ്യും. ഫതുൻസറൂന വതഗനമൂന വതസ്ലമൂൻ, ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയിക്കും. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഒരു വിശ്രമ സ്ഥലത്ത് വന്ന് വിശ്രമിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാൾ കുരിശ് ഉയർത്തിക്കൊണ്ട് പറയും, ഗലബ സ്വലീബ്, ഇന്ന് കുരിശ് ജയിച്ചിരിക്കുന്നു എന്ന്. അത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പുരുഷന് ദേഷ്യമുണ്ടാക്കുന്നു, അവനവനെ തള്ളിമാറ്റുന്നു. അങ്ങനെയാണ് യുദ്ധം, മൽഹമ അൽ കുബ്ര, യുദ്ധമുണ്ടാകുന്നത് എന്ന് ഒരു ഹദീസ് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഹദീസ് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്, നിങ്ങളും റോമുകാരും ഒരു കരാറിലേർപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറബികൾ, റോമുകാർ ഇവിടെ ആരാണ്? റോം സമം അമേരിക്ക. അപ്പൊ അറബികളും അമേരിക്കയും തമ്മിൽ ഒരു കരാർ ഏർപ്പെടും. എന്നിട്ട് നിങ്ങളുടെ പൊതുശത്രുവിനെതിരെ യുദ്ധം ചെയ്യും. അത് ഇറാനെതിരെ യുദ്ധം ചെയ്യും. അതിൽ നിങ്ങൾ വിജയിക്കും എന്നിങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. അല്ലാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയും ഇറാനുമായി ഒരു യുദ്ധം നടക്കും, അമേരിക്ക ഇസ്രായേൽ സഖ്യം ചേരുമെന്ന് പറഞ്ഞിട്ടില്ല. മറ്റൊരു ഹദീസ് ഇവിടെ വ്യാപകമായി ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ലഈഫായ ഒരു ഹദീസാണ്. മഹാനായ നുഐം ഇബ്നു ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബുൽ ഫിതൻ, ഈ കിതാബുൽ ഫിതനെ കുറിച്ച് പറയുമ്പോൾ ഈ ഹദീസ് ഗ്രന്ഥം വെച്ചുകൊണ്ടാണ് പ്രഭാഷകന്മാർ ഒരുപാട് കളവുകൾ കെട്ടിച്ചമക്കുന്നത്. കിതാബുൽ ഫിതൻ എന്ന് പറയുന്ന അധ്യായം പല ഗ്രന്ഥങ്ങളിലുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ ഗ്രന്ഥങ്ങളിലുള്ള അധ്യായങ്ങൾ വരെ ലഈഫുകൾ കൂടിയതാണ്, മൗളൂകൾ കൂടിയതാണ്. കൂടിയ മൗളൂആയ ഹദീസുകൾ അതിൽ ഉണ്ട് എന്ന് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ഹദീസ്? ഇദാ റഅയ്തും ഉമൂദൻ മിൻ നാരിൻ മിൻ ഖിബലിൽ മശ്രിഖ്, അറബികളോടാണ് പറയുന്നത്. കിഴക്ക് ഭാഗത്തിൽ നിന്ന് തീയുടെ കുന്തങ്ങൾ നിങ്ങൾ കണ്ടാൽ, എപ്പോ? ഫീ ശഅരി റമളാന, റമളാൻ മാസത്തിൽ തീയുടെ കുന്തങ്ങൾ കിഴക്ക് ഭാഗത്തിൽ നിങ്ങൾ കണ്ടാൽ, എവിടെ കണ്ടു? ഫിസ്സമായി, ആകാശത്തിലൂടെ
കണ്ടാൽ ഫത്തഖിദൂ മിനത്ത്വആമി മസ്തതഅതും, നിങ്ങൾ സാധിക്കുന്നത്ര ഭക്ഷണം തയ്യാറാക്കി വെച്ചോ. ഫഇന്ന ആസനതു ജൂഇൻ, അത് വിശപ്പിന്റെ വർഷമായിരിക്കും എന്ന്. അതായത് ആകാശത്തിലൂടെ മിസൈലുകൾ കണ്ടാൽ ദാരിദ്ര്യം നിങ്ങൾക്ക് വരും, അതും റമദാൻ മാസത്തിൽ കണ്ടാൽ എന്ന ഈ പ്രസ്തുത ഹദീസ് സർവ്വവ്യാപകമായും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ലഈഫാണ്. ലഈഫ് എന്ന് മാത്രമല്ല, പറ്റ ലഈഫായ ഹദീസാണ്. ഇതിന് സമാനമായ ഒരുപാട് ഹദീസുകൾ കിതാബുൽ ഫിതനിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ലഈഫാണ്. ലഈഫായ ഹദീസുകൾ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള ഹദീസുകൾ അന്ന് സദ്ദാം ഇറാനുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് പല പ്രവാചകന്മാരും ഉപയോഗിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇറാനെ സദ്ദാം അമേരിക്കയോടുകൂടെ ചേർന്ന് പരാജയപ്പെടുത്തും. എന്നിട്ട് ഇപ്പോൾ സദ്ദാം എവിടെയാണ്? അതായത് നമുക്ക് കാണുന്ന രൂപത്തിൽ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് നടന്നിരിക്കും, ഉറപ്പാണ്. കാരണം കാൻസ്റ്റാന്റിനോപ്പിൾ കുസ്തുന്ത്വാനിയ വിജയിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്നിട്ടില്ല. 4 ഖലീഫമാരുടെ കാലത്തോ പിന്നീട് ഉമവി അബ്ബാസികളുടെ കാലത്തോ സൽജൂക്കികളുടെ കാലത്തോ അല്ല നടന്നത്. പിന്നീട് ഉസ്മാനികളുടെ കാലത്താണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രവചനം നടന്നത്, പുലർന്നത്. അതായത് 800 കൊല്ലങ്ങൾക്ക് ശേഷം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞാലും അത് നടന്നിരിക്കും, അത് ഉറപ്പാണ്.